السلام عليكم ورحمة الله تعالى وبركاته. النبي زر جندب بن جنادة وأبي عبد الرحمن معاذ بن جبل رضي الله عنهما عن رسول الله صلى الله عليه وسلم قال: اتق الله حيثما كنت واتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. റവാഹു തിർമിസി. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അബൂസർ ജുന്ദബ് ബിൻ ജുനാദത്ത് വഅബി അബ്ദുറഹ്മാൻ മുആസ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവരെ തൊട്ടുള്ളതായ ഹദീസാണ് ഞാൻ ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്: ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയായാലും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. ഭൂമി ലോകത്തിൻ്റെ ഏത് മേഖലയിൽ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ, എവിടെയായാലും എന്ന് പറഞ്ഞാൽ ഐ മഖാൻ ഫി ഐ മഖാൻ കുന്ത ഹൈസു യറാഖന്നാസ്. നീ എവിടെയായാലും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഏത് മേഖലയിലാണെങ്കിലും നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. ഇനി ജനങ്ങൾ നിന്നെ കാണുകയാണെങ്കിലും ജനങ്ങൾ നിന്നെ കാണാത്ത സ്ഥലത്താണ് നീ ഉള്ളതെങ്കിലും നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. എനെങ്ങാലും തൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ വന്നു പോയാൽ ഉടനെ തന്നെ അതിനൊക്കെ പകരമായിട്ട് നന്മ ചെയ്യണം. ആ തെറ്റുകളെ നന്മകൾ മായ്ച്ചു കളയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങൾ വന്നു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. തുടരെയായി നിരന്തരമായുള്ള ചില തെറ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പാതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നന്മയുടെ പാതയിൽ നിലനിൽക്കുകയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകൾക്ക് പകരമായി നന്മകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകളെ മായ്ച്ചു കളയുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യമായ ജീവിതങ്ങളിലും പരസ്യമായുള്ള ജീവിതങ്ങളിലും അല്ലാഹുവിനിക്ക് തഖ്വ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതത്തിൽ വന്നു പോയതായ തെറ്റുകൾക്ക് പകരമായി കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ആ തെറ്റുകളെ മായ്ച്ചു കളയാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങളോടുള്ളതായ പെരുമാറ്റം അത് നല്ല സ്വഭാവം കൊണ്ടായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ജനങ്ങളുമായി സംബന്ധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നല്ല സ്വഭാവങ്ങൾ കൊണ്ടായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. സാധാരണ നിലയിൽ എല്ലാ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. എന്നാൽ പോലും അവരോട് കൂടുതൽ ദ്രോഹങ്ങൾ പറയുക, മോശമായ വാക്കുകൾ സംസാരിക്കുക, ദുഷിച്ച രീതിയിൽ പെരുമാറുക, ഇത്തരത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല പെരുമാറ്റമാണ് ഒരൊറ്റൊരു ജീവിതം. നമ്മളുടെ വീട്ടിൽ താമസിക്കുന്ന അഹലുകാരാണെങ്കിൽ പോലും അവരോടുള്ളതായ പെരുമാറ്റം വരെ വളരെ നല്ല രീതിയിലായിരിക്കണം. നല്ല ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് നല്ല വാക്കുകൾ സംസാരിച്ചു കൊണ്ടായിരിക്കണം പെരുമാറേണ്ടത്. സ്വഭാവം നമ്മളുടെ സംസാരത്തിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലും നമ്മൾക്കുള്ളതായ പുഞ്ചിരിയിലും ഇതെല്ലാം നമ്മളുടെ സ്വഭാവങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും പ്രവർത്തനങ്ങൾ, നമ്മളുടെ സംസാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വളരെ നല്ല സ്വഭാവം കാണിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ ഒരു ഹദീസ് വളരെ വ്യക്തമാണ്. തിർമിസി റിപ്പോർട്ട് ചെയ്തതായ ഹദീസ് വളരെ മെച്ചപ്പെട്ട ഹദീസാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും നല്ല സ്വഭാവത്തിൽ ജീവിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.